ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറെ രാജാക്കൾ ഫോണിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇന്ന ദിവസം ഒരു പരിപാടിയുണ്ട്, ഒരു വിരുന്നുണ്ട്, ഇവിടെ എത്തിച്ചേർന്നതെന്നൊക്കെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇൻഷാ അല്ലാഹ് ഞാൻ എത്തിച്ചേരാനൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്ത് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദിവസം അങ്ങ് എത്തി. ഉമർ റളിയല്ലാഹു അൻഹു അമാനത്തിട്ട അത് അമാനത്ത കറക്റ്റ് സമയത്ത് തന്നെ അവിടെ തന്നെ ഹാജറങ്ങ് എടുത്ത് വലിയ വീരനും മെഞ്ചൊക്കെ വിരിച്ച് വലിയ മാസ് എൻട്രി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് ചെന്ന് ടേബിളിൻ്റെ പുറത്തോട്ട് അങ്ങ് ഇരുന്നപ്പോൾ ഇഷ്ടം പോലെ പലഹാരവും ലഡുവും ജിലേബിയും മന്തിയും പൊറോട്ടയും ഒറോട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ തലയിൽ അങ്ങോട്ട് വലിച്ചിട്ട് 2 ഒറോട്ടയൊക്കെ ഇട്ട് നല്ല കോരിക്കറിയൊക്കെ അങ്ങോട്ട് ഒലിച്ച് അങ്ങോട്ട് ചുരുട്ടി ഒരു പിടി പിടിക്കാൻ പോയപ്പോൾ ഇതാ അടക്കുന്ന ചട്ടിയും കലം പോലെ അല്ല, ഒറോട്ടയെല്ലാം അവിടെ നിലയും കുത്തി തറ വീണു. ഉമർ റളിയല്ലാഹു അൻഹു പിച്ച് വായിലോട്ട് വെച്ചില്ല. അതിന് മുമ്പ് എല്ലാം കൂടി തറ വീണപ്പം കൂടെ ഇടുന്നവരെല്ലാം പറഞ്ഞു, അല്ലാഹ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒറോട്ടി നിലത്ത് വീണു, ഇനി എന്തോ ചെയ്യോ എന്നൊക്കെ ചിലവർ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിലവർ പറഞ്ഞു, ഈ രാജാവ് ഇനി അത് എടുക്കത്തൊന്നുമില്ല, രാജാവ് വലിയ ആള്, ഇനി അത് എടുക്കത്തൊന്നുമില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു യാതൊരു മടിയും കൂടാതെ ഒറോട്ടി നിലത്ത് നിന്നെടുത്ത് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് എടുത്ത് ഒരു കോട്ടിയും കൂടി കോരിക്കറിയും മുക്കിയെടുത്ത് അണ്ണാക്കിലോട്ട് അങ്ങ് വെച്ച് ബിസ്മില്ല അടിപൊളി ടേസ്റ്റ്. നോക്കുമ്പോൾ എന്ത് ഈ പ്രവൃത്തി കണ്ട് കൂടെ വരുന്നവരെല്ലാം പൂന്തമ്മണിങ്ങ പോലെ ഇരിക്കുക. ഇത്ര ഒരു രാജാവ് ഇങ്ങനെ ചെയ്യുമോ, ഇത് കൊള്ളാലേ, ഇത്രയും വലിയ സദസ്യം കൊണ്ടിട്ട് ചിത്രം കാണിക്കുക, പക്ഷേ ഭയങ്കര മോശമായിപ്പോയി, ഇത്രയും വലിയൊരു രാജാവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളിവിടെ രസിച്ചില്ല. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പുഞ്ചിലേക്ക് അങ്ങോട്ട് പാസ്സാക്കി വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മണ്ടന്മാർക്ക് വേണ്ടി ഞാൻ എന്തിനെ റസൂലിൻ്റെ സുന്നത്തിനെ ഒഴിവാക്കണം? ഈ മണ്ടന്മാർ പലതും പറഞ്ഞോട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. എൻ്റെ റസൂലിന് വേണ്ടി ഞാൻ എൻ്റെ സുന്നത്തിനെ ഇനിയും ഉപയോഗിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കൂടെ വരുന്നവർ ചോദിക്കും, എന്താണ് സുന്നത്ത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തറയിൽ വീണ ഭക്ഷണം അത് നിലത്തിനടുത്ത് മണ്ണ് തട്ടി കഴിക്കുമെന്ന് പ്രത്യേക സുന്നത്താണ് പറഞ്ഞില്ല റസൂലുള്ളാഹ്, അത് നമ്മളെല്ലാവരും ചെയ്യണ്ടേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കൂടെ ഇരുന്നവരെല്ലാവരും പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഈ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും ആ സുന്നത്തിനെ പിൻപറ്റും, നബിയുടെ എല്ലാ സുന്നത്തിനും ഞങ്ങൾ പിൻപറ്റുന്നൊക്കെ പാസ്സാക്കി വിട്ട് ചെയ്യുമെന്ന് അല്ലാഹു ആലം. അങ്ങനെ എല്ലാവരും വാഗ്ദാനമൊക്കെ ചെയ്ത് ഞങ്ങൾ ഇനി തൊട്ട് റസൂലിൻ്റെ സുന്നത്തിനെ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പറയാൻ തുടങ്ങി. എന്നാലിപ്പോൾ നമ്മളെന്താണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്? തറയിൽ വീണ ഭക്ഷണം അത് മൈൻഡ് പോലും ചെയ്യാതെ തട്ടി വേസ്റ്റിനെല്ലാം കൊണ്ട് കളഞ്ഞ് അവിടെ എവിടെയും കിടക്കുമല്ലേ, ആരെങ്കിലും അതിനെ മൈൻഡ് ചെയ്യുന്നുണ്ട്? ഇല്ലാത്ത ഒരാളുണ്ടോ മൈൻഡ് ചെയ്യുന്ന? പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യല്ലേ. നമ്മൾ തറയിൽ വീണ ഭക്ഷണത്തെ എടുത്ത് കഴിക്കൽ സുന്നത്താണ് നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ എല്ലാവരും ചെയ്യണം. ഇനി മുതൽ എല്ലാവരും ചെയ്യത്തില്ലേ? എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരു ഉറക്കെ ഒരു മാഷാ അല്ലാഹ് പറഞ്ഞേ, മാഷാ അല്ലാഹ്. ഇനി ഇതിലും അടിപൊളി ഒരു കഥയായിട്ട് അൽ മഹാബീബ് 2K26 നമുക്ക് വീണ്ടും കാണാം. ഒരു ലൈക്ക് അടിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി